ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഉച്ചയൂണ് വിഭവങ്ങൾ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അരിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ അരി വെക്കുന്നത് ഇങ്ങനെ കുക്കറിലൊന്നും അല്ല, ഇങ്ങനെ നിങ്ങൾ കണ്ടില്ലേ, ഈ ചരുവത്തിലാണ് വെക്കാറുള്ളത് കേട്ടോ. അപ്പം ഞാനത് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിയിട്ട് തിളച്ച് കഴിയുമ്പം ഒരടപ്പിട്ട് ഒരു 2 സെക്കൻഡ് ഗ്യാസ് ഓണാക്കി തന്നെ വെച്ച് ആവി കയറ്റി കഴിഞ്ഞിട്ട് വീണ്ടും ഗ്യാസ് ഓഫാക്കി ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുവേ. പിന്നെ അത് കഴിയുമ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാനത് അടപ്പൊക്കെ തുറന്ന് ചോറിൽ വെള്ളമില്ലെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഗ്യാസ് കത്തിച്ച് വീണ്ടും ഒരു 15 മിനിറ്റ് വെച്ച് വേവിക്കും. അപ്പോൾ എൻ്റെ ചോറൊക്കെ റെഡിയായി കിട്ടും. ഞാൻ എപ്പോഴും അങ്ങനെ ചോറ് വെക്കാറുള്ളത് കേട്ടോ. രാവിലെ ആണെങ്കിൽ പോലും ഞാൻ പിന്നെ അങ്ങനെ വെക്കാറുള്ളൂ. അപ്പോൾ നിങ്ങളിനി ഗ്യാസിലൊക്കെ ഇട്ട് കുക്കറിലൊക്കെ ഇട്ടാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ല കേട്ടോ. പിന്നെ നമുക്കിന്ന് ചീരത്തോരൻ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചീരയൊക്കെ എടുത്ത് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിഞ്ഞൊക്കെ തുടങ്ങുവാണേ. അപ്പോൾ എനിക്ക് അരിയുമ്പോഴേ പണ്ട് കുട്ടിക്കാലത്ത്, ഒത്തിരി പണ്ടൊന്നും അല്ല കേട്ടോ. അപ്പം കുട്ടിക്കാലത്ത് ഇങ്ങനെ ചോറും കൂട്ടാനും കളിക്കുമ്പോൾ ഇലയായിട്ടാണ് കറികളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം വാഴയില, പൂവരസല, ഇങ്ങനത്തെ ഇലകളൊക്കെ എടുത്ത് ഇങ്ങനെ അരിയും. അപ്പോൾ എനിക്ക് എപ്പോഴും ചീര അരിയാനായിട്ട് എടുക്കുന്ന സമയത്ത് എല്ലാം ഒരു ഓർമ്മ വരും, പണ്ട് ഞങ്ങൾ കളിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അപ്പോൾ ഞാൻ ചീര ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്നിപ്പോൾ ചേട്ടനില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ പുള്ളി ഞാനും കൂടെ ഇവിടെ അരിയാനായിട്ട് കേട്ടോ. പുള്ളി ഇന്നിപ്പോൾ എത്തിയിട്ടില്ല കേട്ടോ, ഡ്യൂട്ടി കഴിഞ്ഞു. അപ്പോൾ ഞാനിവിടെ ചീരയൊക്കെ അരിഞ്ഞ് സവാളയും പച്ചമുളകും എല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങയും 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ നല്ല ജീരകം, ചെറിയ ജീരകം എന്നൊക്കെ പറയത്തില്ലേ, അതും ഇട്ട് കൊടുത്ത് പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇനിയൊന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് ഫൈനായിട്ടൊന്നും അരക്കില്ലേ. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് കടുക് പൊട്ടിക്കുക. എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. കടുക് നല്ലതായിട്ട് എല്ലാ കടുകും പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാമേ. ചീര ഇട്ട് കൊടുത്തപ്പോൾ ഇച്ചിരി ചീര താഴെയൊക്കെ പോയി കേട്ടോ. അത് സാരമില്ല, താഴെ പോകുന്നതൊന്നും നമുക്കുള്ളതെന്നല്ലേ, അല്ലാന്നല്ലേ പറയുന്നത്. നാക്കവിടെ കുരുകിപ്പോയി, സാരമില്ല, പോട്ടെ കേട്ടോ. അപ്പോൾ ഞാനിവിടെ പിന്നെ ചീരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ അവിടെ അരപ്പിൽ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പം നമുക്കിനി മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ലല്ലോ. അപ്പം നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചീരയൊക്കെ ആവി കയറി വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അരപ്പൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സിയുടെ ജാറിയിരിക്കുന്ന അരപ്പെല്ലാം ഒന്ന് കൈ കൊണ്ട് വടിച്ചിട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കാം കേട്ടോ. പിന്നെ നോക്കിയപ്പോഴേ ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇച്ചിരി ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചീരത്തോരൻ അവിടെ ഇച്ചിരി കൂടെ ഒന്ന് ഡ്രൈ ആയി വരട്ടെ. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു അരപ്പ് വരട്ടെ മീൻ മറക്കാൻ. നമ്മുടെ ചൂരയാണ് കേട്ടോ, കേരച്ചൂര എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ചൂരയ്ക്കകത്തോട്ട് ഞാൻ ലേശം മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ മുളക് പൊടിയും പിന്നെ നമ്മുടെ കുരുമുളക് പൊടി ഉണ്ടല്ലോ, കുരുമുളക് പൊടിയും കൂടി ഇച്ചിരി ഇട്ട് കൊടുക്കാമേ. വേറെ മസാലകളൊന്നും നമുക്ക് ചേർക്കണ്ട കേട്ടോ. അപ്പം സിമ്പിൾ റെസിപ്പീസാട്ടോ. അപ്പം നമുക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇതിനെ തിരുമ്മി മാറ്റി വെക്കാം കേട്ടോ. അപ്പം നമുക്കിനി ചീരത്തോരൻ വെന്ത് മാറ്റിയായിരുന്നു, അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് പാനിൽ, എണ്ണ ചൂടായേ. അപ്പോൾ നമുക്ക് ഓരോരോ മീനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അന്നേരം നമ്മുടെ മീനൊക്കെ നല്ലതായിട്ട് നിരത്തി നമ്മുടെ എണ്ണയിൽ കിടന്ന് ചൂടാകട്ടെ കേട്ടോ. ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ. 2-3 മിനിറ്റ് മാത്രം മൂപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ ആ മീൻ ഒരുപാട് കല്ല് പോലെ ആയിപ്പോത്തില്ലേ. അപ്പോൾ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ടു പോകും മീൻ്റെ. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ റെഡിയായി വന്നു കേട്ടോ. അപ്പം നമുക്കിനി നമ്മുടെ ചോറ് വാർക്കാമേ. അതിനായിട്ട് ചോറ് വാർക്കുക കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ അരിയൊക്കെ വെന്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ടേ എടുത്തില്ല കേട്ടോ. പെട്ടെന്നൊരു തട്ടിക്കൂട്ട് റെസിപ്പി ആയിരുന്നേ. ഞാൻ പെട്ടെന്ന് ഇച്ചിരി മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ ചതച്ചിട്ട് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉലുവാപ്പൊടി ഇട്ടൊന്ന് മൂപ്പിച്ച് അതിനകത്തോട്ട് ചൂരയിട്ട് ലേശം വെള്ളം ഒഴിച്ചൊന്ന് പറ്റിച്ചതേ ഉള്ളൂ. പെട്ടെന്ന് ഞാനൊരു തട്ടിക്കൂട്ട് റെസിപ്പി, ചൂര വറ്റിച്ചതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാനത് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് വീഡിയോ ആയതുകൊണ്ട്, അല്ലെങ്കിൽ തട്ടിക്കൂട്ട് വീഡിയോ അല്ല, തട്ടിക്കൂട്ട് കറി ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം
നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ റെസിപ്പി ഒരു ദിവസം ഇട്ടുതരാം കേട്ടോ. അപ്പോൾ ദാ കറിയൊക്കെ വെന്തപ്പോഴേ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ ലഞ്ച് റെസിപ്പീസ് ഇതൊക്കെയാണ് കേട്ടോ. നല്ല ചൂര മീൻ പറ്റിച്ചതും പിന്നെ നമ്മുടെ ചീരത്തോരനും മീൻ വറുത്തതും ഒക്കെയാണേ. അപ്പം നമുക്ക് കറി വാങ്ങാം കേട്ടോ. നമുക്ക് ചോറ് കഴിച്ചാലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി മീൻ പറ്റിച്ചത് ഇന്നലത്തെ കേട്ടോ നിങ്ങളീ കാണുന്നത്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ടാറ്റ ബൈ, സീ യു.